ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത കനത്ത തിരിച്ചടിയിൽ വലിയ നയതന്ത്ര തിരിച്ചടിയുണ്ട്, സൈനികപരമായിട്ടുള്ള തിരിച്ചടിയുണ്ട്, വ്യോമസേനയുടെ ഭാഗത്തു നിന്നുള്ള ഗംഭീര തിരിച്ചടിയുണ്ട് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പാകിസ്ഥാന്റെ നഷ്ടം ഇതൊന്നുമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ നഷ്ടം എന്ന് പറയുന്നത് വേറൊരു നഷ്ടമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിപ്ലോമാറ്റിക് വിന്നാണ് അത് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന, പാകിസ്ഥാനെ ഏത് ഘട്ടത്തിലും പിന്തുണയ്ക്കുന്ന, പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രം എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിന് കൂട്ടുനിൽക്കുന്ന, പാകിസ്ഥാനെ ഒരു കൂലിത്തല്ലുകാരനെ പോലെ ചെലവും കൊടുത്ത് വളർത്തുന്ന പാകിസ്ഥാന്റെ അയൽ രാജ്യമാണ് ചൈന. ആ ചൈന ഇന്ത്യയുടെ ശത്രു രാജ്യമായി വർത്തിക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. ഈ ചൈനയെയും പാകിസ്ഥാനെയും മുഖാമുഖം കൊണ്ടുവരാനായി ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിപ്ലോമാറ്റിക് വിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനിൽ ചൈനയുടെ നിക്ഷേപത്തിന് കയ്യും കണക്കുമില്ല, ബലൂചിസ്ഥാനിൽ ചൈനയുടെ നിക്ഷേപത്തിന് കയ്യും കണക്കുമില്ല. ഗ്വാദ്വാർ തുറമുഖം മുതൽ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വിമാനത്താവളം വരെ $265 മില്യൺ ചൈന നിർമ്മിച്ചിരിക്കുന്നത്. BLAയുടെ ആർമി അത് ശക്തമായി നേരിടുന്നുണ്ട്. പോരാത്തതിന് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന് ചൈന ചെലവാക്കിയ തുക ചില്ലറയൊന്നുമല്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തു തന്നെയായിരുന്നാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായി വലിയ രീതിയിലുള്ള ഒരു സംഘർഷം വന്നപ്പോൾ പാകിസ്ഥാൻ നേരെ ഓടിച്ചെന്നത് അമേരിക്കയുടെ അടുത്തേക്കാണ്, ചൈനയുടെ അടുത്തേക്കല്ല എന്നുള്ളതാണ് ചൈനയെ ചൊടിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ചൈന ഇതിൽ വളരെയധികം രോഷാകുലരായിരിക്കുന്നു. കാരണം അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ അടുത്തു കഴിഞ്ഞാൽ ചൈനയുടെ ഒരുപാട് പദ്ധതികൾ പാകിസ്ഥാനിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചൈന ഇപ്പോൾ രോഷാകുലരായിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു വലിയ ഡിപ്ലോമാറ്റിക് വിന്നാണ്. പാകിസ്ഥാൻ അമേരിക്കയാണ് ഈ വെടിനിർത്തൽ കരാറിനായി നിലവിളിക്കാൻ, കേണപേക്ഷിക്കാനായി വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപിനെയാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചൈനയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം, അതായത് അമേരിക്കയെ പാകിസ്ഥാൻ ചെന്ന് കാല് പിടിച്ച് എങ്ങനെയെങ്കിലും വെടിനിർത്താൻ ഇന്ത്യയോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക പാകിസ്ഥാനോട് പറഞ്ഞത് ഞങ്ങൾ വിളിക്കില്ല, നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോളൂ എന്നുള്ളതാണ്. എന്തായാലും വെടിനിർത്തൽ ഉണ്ടായപ്പോൾ തന്നെ ഇഷാന്താർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഒരു ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇടുകയുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഈ ഇടപെടലിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല എന്നുള്ളതായിരുന്നു. ഉടനെ തന്നെ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കോൾ വന്നു. ചൈനയും പാകിസ്ഥാനും മുഖാമുഖം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നയതന്ത്ര ബന്ധങ്ങളെല്ലാം കട്ട് ചെയ്യും എന്ന് തന്നെ ചൈന പാകിസ്ഥാനെ നോക്കി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഇതിലും വലിയൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വിജയം ഇന്ത്യക്ക് പാകിസ്ഥാന് മേൽ നേടാനില്ല എന്നുള്ളതാണ് ഈ ഏറ്റുമുട്ടലിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.